എല്ലാ വിദ്യാർത്ഥികൾക്കും ഒരിക്കൽ കൂടി ജോഗ്രഫി ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 8 പ്രധാനപ്പെട്ട മേജർ ക്ലൈമാറ്റിക് റീജിയൻസുകൾ ഉണ്ട് എന്ന് പറഞ്ഞു. അത് എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുള്ള കാര്യത്തിലും അതിൻ്റെ ലാറ്റിറ്റ്യൂഡ് ഏതാണ്, അതിൻ്റെ പ്രധാനപ്പെട്ട അവിടെ വരുന്ന ടെമ്പറേച്ചർ എത്രയാണ്, അവിടുത്തെ റെയിൻഫോൾ ആനുവൽ റെയിൻഫോൾ എത്രയാണ്, അവിടുത്തെ ഫ്ലോറ ആൻഡ് ഫോണ എങ്ങനെയൊക്കെയാണ് വരുന്നത്, അവിടുത്തെ അഗ്രികൾച്ചർ എന്താണ്, അതുപോലെ തന്നെ അവിടെ എന്തെങ്കിലും യുണീക്ക് ആയിട്ടുള്ള ഫീച്ചേഴ്സ്, അതുപോലെ തന്നെ അവിടുത്തെ ലൈവ്ലിഹുഡ് അല്ലെങ്കിൽ ഹ്യൂമൻ ലൈഫ് എങ്ങനെയാണ്, ഇത്തരം കാര്യങ്ങൾ നോട്ട് ചെയ്ത് പോവുക. ഓരോന്നിലും ഇത് ഡിഫറെൻ്റ് ആയിരിക്കും. കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ, ഓരോ ക്ലൈമാറ്റിനനുസരിച്ചിട്ടാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ എല്ലാ സ്ഥലത്തും ഇത് ഒരുപോലെ ആവില്ല. കാര്യം അതുകൊണ്ടാണ് ഇതിന് ഓരോ ഡിഫറെൻറ്റ് ക്ലൈമാറ്റിക് റീജിയൻസുകളായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ രൂപത്തിൽ നിങ്ങൾ പഠിക്കണമെന്നാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആദ്യത്തെ ക്ലൈമാറ്റിക് റീജിയൻ നമ്മൾ പരിചയപ്പെടാൻ വേണ്ടി പോവുകയാണ്. അതിൻ്റെ പേരാണ് ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ. നോക്കൂ, അവിടെ നിങ്ങൾക്കൊരു ചിത്രം കൊടുത്തിട്ടുണ്ട്. ലുക്ക് അറ്റ് ദ പിക്ചർ ഫിഗർ 2.1. 2.1 കണ്ടില്ലേ? അവിടെ എന്താണ് കാണുന്നത്? ഒരു ട്രൈബൽ ആണല്ലേ, ഒരു ട്രൈബൽ ഗ്രൂപ്പിനെയാണ് കാണുന്നത്, ഒരു ആദിവാസി വിഭാഗത്തെയാണ് കാണുന്നത്. അവരുടെ കുടിലുകളും ഒക്കെ നോക്കൂ, ഇലകൾ കൊണ്ടൊക്കെയാണ് അവർ അതുണ്ടാക്കിയിട്ടുള്ളത്. അവർ പാചകം ചെയ്യുന്നത് നോക്കൂ, പരമ്പരാഗതമായ രീതിയിൽ, ട്രഡീഷണൽ രീതിയിലാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ നോക്കൂ, ഇറ്റ് ഷോസ് ദ ലൈഫ് സ്റ്റൈൽ ഓഫ് ദ പിഗ്മി ട്രൈബ് ലിവിങ് ഇൻ ദ ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ. ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയനിൽ താമസിക്കുന്ന പിഗ്മി എന്ന് പറയുന്ന ഒരു ട്രൈബൽ ഗ്രൂപ്പുണ്ട്. പിഗ്മി ഇതൊരു ട്രൈബൽ ഗ്രൂപ്പാണ്, ഒരു ആദിവാസി വിഭാഗമാണ്. അവരുടെ ഒരു ലൈഫ് സ്റ്റൈലാണ് നിങ്ങൾക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റുന്നത്. അപ്പം ഇവിടെ ഒരു യുണീക്ക് ഫീച്ചർ കിട്ടി. എന്താണ്? പിഗ്മി എന്ന് പറയുന്ന ഒരു ട്രൈബ്സ് എവിടെ താമസിക്കുന്നു? ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയനിൽ താമസിക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഇതുപോലെ എന്നാൽ പിഗ്മി മാത്രമല്ല അവിടെ താമസിക്കുന്നു കേട്ടോ. പിഗ്മി പോലെ വേറെയും ട്രൈബ്സ് ഉണ്ട്. ട്രൈബ്സ് അല്ലാതെ തന്നെ മോഡേൺ ലൈഫ് കൊണ്ടുപോകുന്ന ആളുകളുണ്ട്. ഇതൊക്കെയുണ്ട്. പക്ഷേ നമുക്ക് പിഗ്മി എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയനിലാണെന്ന് പറയാം. ഓക്കെ, ഇതുപോലെ നമ്മൾ ഇനി അങ്ങോട്ടേക്ക് പോകുമ്പോൾ ചില സ്ഥലങ്ങളിൽ ഇതുപോലെ തന്നെ ഇപ്പം എസ്കിമോ, അതുപോലെ തന്നെ ബുഷ്മൻ, അങ്ങനെയുള്ള കുറച്ച് ആളുകളൊക്കെ നമ്മൾ ഇനി കാണും. അപ്പോൾ അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് മാറിപ്പോകരുത്. അപ്പോൾ ഇതൊരു പോയിൻ്റായിട്ട്, വൺ വേർഡായിട്ട് നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. This climatic region extends up to 10 degrees north and south of the equator. Observe the map figure 3.3 and identify of the areas included in this region. എന്താ പറഞ്ഞിട്ടുള്ളത്? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിങ്ങളുടെ ഫസ്റ്റ് പോയിന്റ് കിട്ടിയിരിക്കുന്നു. എന്താണ്? 10 ഡിഗ്രി നോർത്ത് ആൻഡ് സൗത്ത് ഓഫ് ദ ഇക്വേറ്റർ. ഇക്വേറ്ററിൻ്റെ, നമ്മൾ എർത്തിനെ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ സെൻട്രലിലൂടെ പോകുന്ന ലാറ്റിറ്റ്യൂഡാണ് ഏതെന്ന് പറയുന്നത് 0 ഡിഗ്രി, അതായത് ഇക്വേറ്ററിൻ്റെ മേലേക്ക് നോർത്ത്, താഴോട്ടേക്ക് സൗത്ത്. ഈ ഇക്വേറ്ററിന് തൊട്ടിട്ട് 10 ഡിഗ്രി നോർത്തിനും 10 ഡിഗ്രി സൗത്തിനും ഇടയിലായിട്ട് നിൽക്കുന്ന പ്രദേശങ്ങളിലാണ് ഏത് വരുന്നത്? ഈ ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ വരുന്നത്. അപ്പോൾ ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ്റെ ലൊക്കേഷൻ എവിടെയാണ്? 10 ഡിഗ്രി നോർത്ത് ആൻഡ് സൗത്ത് ഓഫ് ദ ഇക്വേറ്റർ. എക്സ്റ്റെൻസ് അപ് ടു 10 ഡിഗ്രി നോർത്ത് ആൻഡ് സൗത്ത് ഓഫ് ദ ഇക്വേറ്റർ. ഇക്വേറ്റർ മുതൽ 10 ഡിഗ്രി നോർത്തിലോട്ടേക്കും 10 ഡിഗ്രി സൗത്തിലോട്ടേക്കും ഇതിൻ്റെ ഇടയിൽ വരുന്ന സ്ഥലങ്ങളാണ് ഏതെന്ന് പറയുന്നത്? ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടി. ഇനി ഇതിൽ ഏതൊക്കെയാണ് സ്ഥലങ്ങൾ വരുന്നത്? ഇതിലുള്ള എല്ലാ സ്ഥലങ്ങളും വരുന്നുണ്ടോ? എല്ലാ സ്ഥലങ്ങളും വരുന്നില്ല. കുറച്ച് സ്ഥലങ്ങളൊക്കെയാണ് വരുന്നത്. അത് ഏതാണെന്ന് ഫിഗർ 3.3 നോക്കിയിട്ട് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഫിഗർ 3.3 എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ പാഠത്തിലാണ് അതുള്ളത്. അപ്പം മൂന്നാമത്തെ പാഠം നമുക്ക് എടുക്കാം. മൂന്നാമത്തെ പാഠത്തിനകത്താണ് ഈ പറയുന്ന എന്ത് വരുന്നത്? ഈ 3.3 എന്ന് പറയുന്ന ഫിഗർ വരുന്നത്. അതിലാണ് നമ്മുടെ എന്ത് കൊടുത്തിട്ടുള്ളത്? ഈ ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് മൂന്നാമത്തെ ചാപ്റ്ററിനകത്ത് ഇക്വറ്റോറിയൽ ക്ലൈമറ്റ് തപ്പി നോക്കാം. എനിക്ക് തോന്നുന്നത് ഏതാണ് പേജ് നമ്പർ എനിക്ക് കറക്റ്റ് അറിയില്ല, നമുക്കൊന്ന് തപ്പിയിട്ട് നോക്കാം. 3.1 ഇതാ, 3.3 യെസ്, ഇതാണ് നമ്മുടെ ഏതെന്ന് പറയുന്നത് ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ. അപ്പോൾ ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ ഏതൊക്കെയാണ് നമുക്ക് നോക്കി നോക്കാം. ഇതാ സൗത്ത് ഈസ്റ്റ് ഏഷ്യയുടെ ഭാഗം വരുന്നുണ്ട്. ഏഷ്യ ഭൂഖണ്ഡത്തിൻ്റെ, ഏഷ്യ കോണ്ടിനെൻറ്റിൻ്റെ സൗത്ത് ഈസ്റ്റ് ഏഷ്യ വരുന്നുണ്ട്. ആഫ്രിക്കയുടെ സെൻട്രൽ ആഫ്രിക്ക വരുന്നുണ്ട്. സൗത്ത് അമേരിക്കയുടെ ഈ ഭാഗവും, അതുപോലെ തന്നെ സൗത്ത് അമേരിക്കയുടെ ഈ ആമസോൺ ബേസിനും വരുന്നുണ്ട്. അപ്പോൾ നോക്കൂ, ഇത് 0 ഡിഗ്രിക്കും 10 ഡിഗ്രി നോർത്തിനും
അതുപോലെ തന്നെ 10 ഡിഗ്രി സൗത്തിലുമായിട്ട് കിടക്കുന്ന സ്ഥലമാണ്. 10 ഡിഗ്രി നോർത്തിനും 10 ഡിഗ്രി സൗത്തിലുമായിട്ട് കിടക്കുന്ന സ്ഥലമാണ്. ഇതാ ഇക്വേറ്റർ കണ്ടില്ലേ, ഇക്വേറ്ററിൻ്റെ മേലേക്ക് നോർത്തിലോട്ടേക്കും സൗത്തിലോട്ടേക്കും 10 ഡിഗ്രി വീതം കിടക്കുന്ന സ്ഥലങ്ങളാണ്. അപ്പം സെൻട്രൽ ആഫ്രിക്ക, സൗത്ത് ഈസ്റ്റ് ഏഷ്യ, ആമസോൺ ബേസിൻ വരുന്നത് സൗത്ത് അമേരിക്കയിലാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ അവിടെ ഏതൊക്കെയാണ് ലൊക്കേഷൻ എന്ന് നോക്കിക്കഴിഞ്ഞാൽ എഴുതേണ്ടത്. അപ്പോൾ ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം. ഏതൊക്കെയാണ്? ആമസോൺ ബേസിൻ ഫ്രം സൗത്ത് അമേരിക്ക, അതുപോലെ തന്നെ സൗത്ത് ഈസ്റ്റ് ഏഷ്യ, ഏഷ്യയുടെ സൗത്ത് ഈസ്റ്റ് ഏഷ്യ ഭാഗം, പിന്നെ ആഫ്രിക്കയുടെ സെൻട്രൽ ആഫ്രിക്ക. ഇത്രയും ഏരിയകളാണ് ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ ആയിട്ട് വരുന്നത്. മനസ്സിലായോ? അപ്പോൾ നമുക്ക് വീണ്ടും നമ്മുടെ പാഠത്തിലേക്ക് തിരിച്ചു പോകാം. അപ്പം ഇത് മൂന്നാമത്തെ പാഠത്തിലാണ് 3.3 എന്ന് പറയുന്ന ഫിഗറിലാണ് അത് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ അങ്ങോട്ടേക്ക് വന്നത്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ചാപ്റ്ററിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഓക്കെ, അപ്പോൾ കണ്ടല്ലോ. അപ്പോൾ ഏതൊക്കെ സ്ഥലങ്ങളാണെന്ന് ഇവിടെ എഴുതി കൊടുക്കാം. നമുക്ക് ഏതൊക്കെയാണ് വരുന്നത്? സെൻട്രൽ ആഫ്രിക്ക വരുന്നുണ്ട്. പിന്നെ ഏതാണ്? സൗത്ത് അമേരിക്കയിലെ ആമസോൺ ബേസിൻ ഓഫ് സൗത്ത് അമേരിക്ക. പിന്നെ ഏതാ വരുന്നത്? പിന്നെ സൗത്ത് ഈസ്റ്റ് ഏഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തായ്ലൻഡ്, അതുപോലെ തന്നെ സിംഗപ്പൂർ, ആ ഏരിയ ഒക്കെയാണല്ലോ. നമ്മുടെ വിയറ്റ്നാം, അങ്ങനത്തെ കുറച്ചൊരു ഏരിയകളാണ് അത് വരുന്നത്. ഓക്കെ, അപ്പം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ബാക്കി കാര്യങ്ങൾ നമുക്ക് വായിച്ചു നോക്കാം. The equatorial climatic region is characterized by high temperatures and high rainfall throughout the year. അപ്പോൾ അടുത്ത പോയിന്റ് കിട്ടി നിങ്ങൾക്ക്. എന്താണ് ഇക്വറ്റോറിയൽ ക്ലൈമറ്റിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു യുണീക്ക് ഫീച്ചർ എന്ന് പറയുന്നത്? ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ ടെമ്പറേച്ചറും ഹൈ റെയിൻഫോളും ത്രൂ ഔട്ട് ദ ഇയർ. വർഷം മുഴുവൻ നല്ല ചൂടും ലഭിക്കും, നല്ല ഉയർന്ന ചൂടും ലഭിക്കും, നല്ല ഉയർന്ന റെയിൻഫോളും, നല്ലോണം ചൂടും നല്ലോണം റെയിൻഫോളും മഴയും ലഭിക്കുന്ന സ്ഥലമാണ്. This climatic region is hotter because sun's rays fall almost vertically throughout the year. വർഷം മുഴുവൻ സൺറൈസ് വെർട്ടിക്കലി പതിക്കുന്ന സ്ഥലങ്ങളാണിത്. നല്ല കുത്തനെ പതിക്കുന്ന സ്ഥലങ്ങളാണ്. ബാക്കി സ്ഥലത്തേക്കൊന്നും ഇത്രയും കുത്തനെ പതിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ വളരെ വെർട്ടിക്കലി പതിക്കുന്നു. ത്രൂ ഔട്ട് ദ ഇയർ സൺറൈസ് വെർട്ടിക്കലി വരുന്നത് കൊണ്ട് തന്നെ ഈ ഏരിയ എന്ന് പറയുന്നത് വളരെ ഹോട്ടറാണ്, വളരെ ചൂടുള്ള സ്ഥലമാണ് എന്നാണ് മനസ്സിലാക്കി വെക്കേണ്ടത്. ദിസ് റിസൾട്ട്സ് ഇൻ ഹയർ എയർ കൺവെക്ഷൻ ആൻഡ് കൺവെക്ഷണൽ പ്രസിപ്പിറ്റേഷൻ. നിങ്ങൾ ഈ ഭാഗങ്ങൾ എഴുതിയത് കൊണ്ട് ഞാനിത് മായ്ക്കാം, എഴുതിയെടുക്കണം. നിങ്ങൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ എഴുതിയെടുത്തിട്ടുണ്ടായിരിക്കുമെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് ഞാൻ ഈ ഏരിയ ഒന്ന് മായ്ക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. അപ്പോൾ എന്താ പറഞ്ഞിട്ടുള്ളത്? അടുത്തൊരു പോയിൻ്റ് കിട്ടി. എന്താണ് കിട്ടിയത്? അടുത്തൊരു പോയിൻ്റ് എന്തായിരുന്നു നമ്മൾ പറഞ്ഞത്? ഈ ഓൾമോസ്റ്റ് എപ്പോഴും എന്താണ് നല്ല ചൂടും വെർട്ടിക്കലി ലഭിക്കുന്നതുകൊണ്ട് തന്നെ ദിസ് റിസൾട്ട്സ് ഇൻ ഹയർ എയർ കൺവെക്ഷൻ ആൻഡ് കൺവെക്ഷണൽ റെയിൻഫോൾ. എന്താണ് അതിൻ്റെ അർത്ഥം? കൺവെക്ഷണൽ പ്രസിപ്പിറ്റേഷൻ. എന്താണ്? ഈ വളരെ കൂടുതൽ ചൂട് ലഭിക്കുന്നത് കൊണ്ട് തന്നെ അവിടെ നല്ലവണ്ണം ഈ കൺവെക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കൺവെക്ഷൻ എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. കൺവെക്ഷൻ എന്ന് പറയുന്നൊരു കാര്യം. കൺവെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? നമുക്ക് ചൂട് തട്ടിക്കഴിഞ്ഞാൽ അവിടെയുള്ള നമ്മുടെ എർത്തിൽ ലാൻഡിൽ ചൂട് തട്ടിക്കഴിഞ്ഞാൽ അവിടെയുള്ള എയറിന് എന്ത് ചെയ്യും? എക്സ്പാൻഷൻ സംഭവിച്ച് അത് മേലോട്ടേക്ക് പോകും. ഇതിനെയാണ് കൺവെക്ഷൻ എന്ന് പറയാം. ഇതേ കൺവെക്ഷൻ എന്തിനും സംഭവിക്കുന്നുണ്ട്? വാട്ടർ ബോഡീസ് ഉണ്ടെന്ന് വിചാരിക്കുക. അത് വാട്ടർ ബോഡീസിലെ വാട്ടറിനും ഈ പറയുന്ന പോലെ ചൂട് തട്ടിക്കഴിഞ്ഞാൽ വാട്ടർ എന്ത് ചെയ്യും? അത് ഗ്യാസ് ഫോമിലോട്ടേക്ക് മാറിയിട്ട്, വാട്ടർ വേപ്പറായിട്ട് മാറിയിട്ട് ഗ്യാസ് ഫോമിലോട്ടേക്ക് മാറിയിട്ട് മേലോട്ടേക്ക് പോകും. എന്നിട്ട് ഈ മേലോട്ടേക്ക് പോയി കഴിഞ്ഞാൽ ഇവ പിന്നീട് എന്ത് ചെയ്യും? തിരിച്ച് മഴയായിട്ട് റെയിൻഫോളായിട്ട് തിരിച്ച് പെയ്യുകയും ചെയ്യും. ഇവിടെ നോക്കൂ, നമ്മുടെ ഈ ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലോണം ചൂട് ലഭിക്കുന്നുണ്ട്. മാത്രമല്ല ഇവിടങ്ങളിൽ നല്ല വാട്ടർ ബോഡീസും ഉണ്ട്. അപ്പോൾ ഇവിടെയുള്ള ഈ വാട്ടർ ബോഡീസിൽ നിന്ന് വാട്ടർ മോളിക്യൂൾസ് എന്ത് ചെയ്യാണ്? ഇങ്ങനെ ചൂട് തട്ടുമ്പോൾ അത് നല്ല ഉയർന്ന് മേലോട്ടേക്ക് പോവുകയും അവിടെ പിന്നെ അത് മഴയായിട്ട് തന്നെ പെയ്തിറങ്ങുകയും ചെയ്യുന്നുണ്ട്. നമ്മൾ ഒരു കൺവെക്ഷണൽ റെയിൻഫോൾ, അതുപോലെ തന്നെ അല്ലെങ്കിൽ അതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് 4 o'clock റെയിൻഫോൾ എന്നൊക്കെ നമ്മൾ ഒന്നാമത്തെ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്ന കൺവെക്ഷണൽ റെയിൻഫോൾ അല്ലെങ്കിൽ കൺവെക്ഷണൽ പ്രസിപ്പിറ്റേഷനൊക്കെ സംഭവിക്കുന്നത് ഈ കാരണത്താലാണ്. അപ്പോൾ ഇവിടെ നല്ലോണം ചൂട് ലഭിക്കുന്നു. അതുകൊണ്ട് തന്നെ വാട്ടർ ബോഡീസിൽ നിന്ന് എന്ത് ചെയ്യുന്നു? മേലോട്ടേക്ക് വെള്ളം, വാട്ടർ മോളിക്യൂൾസ് എന്ത് ചെയ്യുന്നു? ഗ്യാസ് ഫോമിലോട്ട് പോകുന്നു. തിരിച്ച് അവിടെ തന്നെ മഴയായിട്ട് എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ശേഷം അവിടെ മഴയായിട്ട് പെയ്യുന്നു. ഇത് ഇവിടുത്തെ ഒരു യുണീക്ക് ഫീച്ചറാണ്. ഓക്കെ,
ഇനി ഇവിടെ നല്ല ചൂടുണ്ട്, ഇവിടെ വാട്ടർ ബോഡീസ് ഇല്ലായിരുന്നെങ്കിലോ ഇത് സംഭവിക്കുമായിരുന്നോ? സംഭവിക്കില്ല. ഇനി ഇവിടെ വാട്ടർ ബോഡീസ് മാത്രമേ ഉള്ളൂ, ചൂടില്ലായിരുന്നെങ്കിലോ? സംഭവിക്കുമായിരുന്നോ? ഇല്ല. അപ്പോൾ ചൂടും വാട്ടർ ബോഡീസും ഉള്ളതുകൊണ്ടാണ് കൺവെക്ഷണൽ പ്രസിപ്പിറ്റേഷൻ സംഭവിക്കുന്നത്. ദീസ് ഏരിയാസ് റിസീവ് റെയിൻഫോൾ എവറി ഡേ ഇൻ ദ ആഫ്റ്റർനൂൺ. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ശേഷം ഇവിടെ എന്ത് ലഭിക്കുകയാണ്? ഇതാണ് ഇവിടുത്തെ ഒരു യുണീക്ക് ഫീച്ചർ, മറ്റൊരു യുണീക്ക് ഫീച്ചർ. എല്ലാ ദിവസവും എന്ത് ചെയ്യാണ്? എല്ലാ ദിവസവും എവറി ഡേ ആഫ്റ്റർനൂൺ മഴ ലഭിക്കുകയാണ്. ഓക്കെ, ഇത് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പറഞ്ഞ കാര്യമാണ്. ഡോണ്ട് യു റിമെമ്പർ ദ പ്രീവിയസ് ചാപ്റ്റർ ഡിസ്കസിങ് കൺവെക്ഷണൽ റെയിൻഫോൾ, 4 o'clock റെയിൻഫോൾ എന്നൊക്കെ നമ്മൾ വിളിക്കും അല്ലേ? ഇനി ഇവിടുത്തെ വെജിറ്റേഷൻ എന്താണ്, ഇവിടുത്തെ ഫ്ലോറ എന്തൊക്കെയാണ് നോക്കാം നമുക്ക്. എവർഗ്രീൻ ഫോറസ്റ്റ്സ് ആർ abundant in the equatorial climatic region due to high temperatures and high rainfall. നല്ല മഴയും നല്ല ഹൈ റെയിൻഫോൾ, എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ശേഷം മഴയും അതുപോലെ തന്നെ ഹൈ ടെമ്പറേച്ചറും നല്ല ചൂടും ലഭിക്കുന്നത് കൊണ്ട് ഇവിടെ എന്താണ്? എവർഗ്രീൻ ഫോറസ്റ്റ്സ് ആർ അബണ്ടൻറ്റ്. ഇവിടെ എവർഗ്രീൻ ഫോറസ്റ്റുകൾ വളരെ സമൃദ്ധമായിട്ട് അബണ്ടൻ്റായിട്ട് സമ്പന്നമായി ഇവിടെ ഉണ്ട്. എന്ത് നല്ലോണം എന്തുണ്ട്? എവർഗ്രീൻ ഫോറസ്റ്റുകളുണ്ട്. എന്താണ് എവർഗ്രീൻ ഫോറസ്റ്റുകളുടെ പ്രത്യേകത? വർഷം മുഴുവൻ പച്ചപ്പോട് കൂടിയിട്ട്, ഇലകൾ പൊഴിക്കാതെ പച്ചപ്പോട് കൂടിയിട്ട് എവർ ഗ്രീൻ, അതായത് ഗ്രീൻ നിറത്തിൽ നിൽക്കുന്ന, അതായത് ഇലകളൊക്കെ എപ്പോഴും പച്ച നിറത്തിൽ കാണപ്പെടുന്ന, ഇലകൾ ഒരിക്കലും ഫോൾ ചെയ്യിക്കാതെ, അതായത് വീഴ്ത്താതെ. സാധാരണ നമ്മുടെ നാട്ടിലൊക്കെയുള്ള ഈ വനങ്ങൾ അല്ലെങ്കിൽ കാടുകൾ അല്ലെങ്കിൽ മരങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു വിൻ്റർ ആകുമ്പോൾ, തണുപ്പ് കാലമാകുമ്പോൾ കാണാം അവയുടെ ഇലകളെല്ലാം പൊഴിക്കുന്നു, ഇലകളെല്ലാം ഷെഡ് ചെയ്യുന്നു. അതെന്തിനു വേണ്ടിയിട്ടാണ്? അത് ഈ മരങ്ങൾ എടുക്കുന്ന ഒരു അഡാപ്റ്റീവ് മെത്തേഡാണ്. നല്ല ചൂട് ലഭിക്കുമ്പോഴാണ് എന്തുണ്ടാവുക? മരങ്ങൾക്ക് അവരുടെ ഈ പറയുന്ന ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന കാര്യം നല്ല രീതിയിൽ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ അവർക്ക് ഈ പറയുന്ന ചെടികളുടെ മറ്റ് ഭാഗങ്ങളിലേക്കൊക്കെ അവർക്ക് ആവശ്യമായുള്ള ന്യൂട്രീഷൻസൊക്കെ കിട്ടുക ഇങ്ങനെയാണ്. അപ്പോൾ ഇത് കിട്ടാതെ വരുന്ന സമയമാണ്, ചൂട് കുറവുള്ളൊരു സമയമാണ് വിൻ്റർ എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ ഇവർക്ക് ഇത് വേണ്ടത്ര കിട്ടില്ല. അപ്പോൾ ഇവരെന്ത് ചെയ്യും? ഇവരതിനനുസരിച്ചിട്ട് അവരുടെ ബോഡി ചേഞ്ച് ചെയ്യും. അവരുടെ ബോഡി ചേഞ്ച് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇലകളെല്ലാം പൊഴിച്ച് എന്ത് ചെയ്യും? കുറച്ചും കൂടെ ഡ്രൈ ആയിട്ട് നിൽക്കും, വരണ്ട് നിൽക്കും. എന്നിട്ട് വീണ്ടും ചൂടും മഴയൊക്കെ കിട്ടുമ്പോൾ ഇവർ വീണ്ടും ആക്റ്റീവായിട്ട് വരും. അതാണ് നമ്മുടെ നാട്ടിലുള്ളത്. പക്ഷേ ഇവിടെ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. ഇവിടെ എവർഗ്രീൻ ഫോറസ്റ്റുകളാണ്. കാര്യം എന്താ? ഇവിടെ നല്ല ടെമ്പറേച്ചറും നല്ല റെയിൻഫോളും ഇവിടെ വളരെ സുലഭമായി കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ എപ്പോഴും എവർഗ്രീൻ ഫോറസ്റ്റുകൾ അബണ്ടൻ്റ് ആണ് എന്നാണ് പറയുന്നത്. അതായത് വളരെ സമ്പന്നമാണ്, സമൃദ്ധിയോടുകൂടി ഉണ്ട് എന്നാണ് പറയുന്നത്. ഫർദർ ഡീറ്റെയിൽസ് ഓഫ് ദ ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ വിൽ ബി ഡിസ്കസ്ഡ് ഇൻ ദ ഫോളോയിങ് ചാപ്റ്റർ. അടുത്ത ചാപ്റ്ററിൽ നമ്മൾ ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ്റെ ബാക്കി കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്ത ഒരു ക്ലൈമാറ്റിക് റീജിയനുമായിട്ട് വരാം. ഓക്കെ.